പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഈ സിനിമയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നതും കല്യാണം കഴിക്കുന്നതും പിന്നെ പിരിയുന്നതും ഒക്കെ വാർത്തകളാണ്. ഈ പിരിയുന്നവർ വീണ്ടും ഒന്നിക്കുന്നതും നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഒരു കഥയാണ് പറയാൻ പോകുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഓടരുതമ്മവ ആളറിയാം എന്ന പ്രിയ ചിത്രത്തിലൂടെയാണ് നായികയായിട്ട് ലിഫി വരുന്നത്. അതിനുശേഷം പ്രിയൻ്റെ മിക്കവാറും ചിത്രങ്ങളിലെ നായിക ലിഫിയായിരുന്നു. അവർ തമ്മിൽ എന്തോ ഒരു സ്നേഹബന്ധം ഉടലെടുക്കുന്നതായിട്ട് കൂട്ടുകാർക്കും ബാക്കിയുള്ളവർക്കെല്ലാം മനസ്സിലായി. അങ്ങനെ 1990 അവർ വിവാഹം കഴിക്കാൻ തീരുമാനിക്കും. സന്തോഷകരമായ കാര്യമല്ലേ, സംവിധായകനും നായികയൊക്കെ കല്യാണം കഴിക്കുന്നു. അവരുടെ കൂട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് ആ കല്യാണം വളരെ ഭംഗിയായിട്ട് ആഘോഷിച്ചു. അങ്ങനെ ജീവിതം സന്തോഷകരമായിട്ട് മുന്നേറുന്ന സമയത്ത് ലിഫി പ്രിയൻ്റെ ചിത്രങ്ങളിലോ വേറെ ഒരു ചിത്രങ്ങളിലും അഭിനയിക്കാറായി. കാരണം നായികയായിട്ട് തിളങ്ങി നിൽക്കുന്ന സമയത്താണ് ഈ കല്യാണം നടക്കുന്നത്. പിന്നെ സിനിമയിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലിഫി പിന്മാറുന്നതാണ്. പിന്നെ അറിയുന്നത് ഇവർ വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നതായിട്ടാണ് അറിയുന്നത്. കല്യാണി, സിദ്ധാർത്ഥ് 2 മക്കളുമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത പുറത്തു വരുന്നത്. 2015 ഞങ്ങൾ രണ്ടുപേരും പിരിയാൻ തീരുമാനിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. 2016 ഇവരുടെ വിവാഹബന്ധം വേർപെട്ടു. അതിനുശേഷം ഇവരെപ്പറ്റി അറിയില്ല. ലിഫിയുടെ കാര്യം, പ്രിയൻ്റെ കാര്യം. പക്ഷേ ഒരു സന്തോഷമുണ്ടായിരുന്നു, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറഞ്ഞ് ചെളി വാരി എറിയാൻ ശ്രമിച്ചില്ല എന്നുള്ള. ഇപ്പോഴത്തെ ഒരു രീതിയാണല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഉടക്കി പിരിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ചാനലിലും കയറി അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്ന ഒരു രീതിയുണ്ട്. അത് ഇവർ രണ്ടുപേരും ചെയ്തില്ല എന്നുള്ളതാണ് വളരെ സന്തോഷകരമായ കാര്യം. അതുകൂടാതെ ഇവരുടെ മക്കളുടെ കാര്യത്തിനും അവരുടെ കുടുംബത്തിൽ നടക്കുന്ന എല്ലാ ചടങ്ങുകളിലും ഇവരെല്ലാവരും കൂടെ ഒന്നിച്ച് പങ്കെടുത്തു സന്തോഷവുമായി കൊണ്ടാടുകയൊക്കെ ചെയ്തു. അതിനുശേഷമാണ് ഈ അടുത്തിടയിൽ ഒരു 5-6 മാസം മുമ്പ് ഫിബി മലയൻ്റെ മകൻ്റെ കല്യാണത്തിന് ഇവർ രണ്ടുപേരും സ്റ്റേജിലെത്തി. അന്ന് ആ സ്റ്റേജിലേക്ക് ഇറങ്ങാൻ വേണ്ടി ലിഫിയെ സഹായിക്കുന്ന പ്രിയൻ്റെ രൂപം നമ്മുടെ മനസ്സിലുണ്ട്, കൈ പിടിച്ച് കയറ്റുന്നത്. അന്നേ എല്ലാവരും മനസ്സിൽ കരുതി ഇവർ തമ്മിൽ വീണ്ടും സ്നേഹത്തിലായും. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഇവർ രണ്ടുപേരും 6-7 മാസം മുമ്പ് തന്നെ ഒന്നിച്ചാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ്. അതിന് പ്രിയം പറയുന്ന ഒരു കാര്യമുണ്ട്, വിവാഹമോചനം കഴിഞ്ഞു, വിവാഹ സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല, ഇനി വിവാഹം കഴിക്കാനും ആഗ്രഹിക്കുന്നില്ല, പക്ഷേ ഞങ്ങൾ ഒന്നിച്ചാണ് ജീവിക്കുന്നത്. അതാണല്ലോ നല്ലത്. ഇവർ തമ്മിൽ വീണ്ടും ഒന്നാകാൻ തീരുമാനിക്കുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം മക്കളാണ് എന്നുള്ളത്. കല്യാണി, സിദ്ധാർത്ഥുമാണ് ഇതിന് കാരണമായിട്ടും പറയുന്നുണ്ട്. 2016 ഇവർ രണ്ടുപേരും വിവാഹം കഴിച്ചതിന് ശേഷം മറ്റൊരു വിവാഹത്തെപ്പറ്റി ഇവർ ചിന്തിച്ചില്ല. മക്കൾക്ക് വേണ്ടി തന്നെയായിരുന്നു അവർ ജീവിച്ചത്. അതിനുശേഷം മക്കൾ പ്രായപൂർത്തിയായി കഴിഞ്ഞപ്പം തൻ്റെ മക്കളെയും തൻ്റെ അച്ഛനെയും അമ്മയും ഒന്നിപ്പിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു. വളരെ മഹനീയമായ കാര്യമാണ് അല്ലേ? ഇങ്ങനെ എല്ലാ കുടുംബത്തിലും സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. കുടുംബത്തിൽ സംഭവിക്കുക എന്ന് പറയുമ്പോൾ കല്യാണം കഴിച്ച് പിരിഞ്ഞിട്ട് വീണ്ടും ഒന്നാകാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ദമ്പതിമാർ തമ്മിൽ പിരിയുന്നത് ഇപ്പം സാധാരണ കാര്യമാണ്. പ്രത്യേകിച്ച് സിനിമയിലെ മേഖലയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈഗോ ഒരു വലിയ പ്രശ്നമാണ്. ഞാനാണ് വലിയവൻ എന്നുള്ള ധാരണ അത് പലപ്പോഴും വിവാഹ ബന്ധങ്ങളിലൊക്കെ വേർപെടാൻ വേണ്ടി സഹായിക്കും. ഈഗോ ഒക്കെ മാറ്റിവെച്ച് എല്ലാവരും ഒന്നായി തീരട്ടെ അല്ലേ? പ്രിയൻ്റെയും ജീവിതവും വളരെ സന്തോഷമായിട്ട് മുന്നേറട്ടെ. അതിനിടയിൽ മമ്മൂട്ടിയോടൊപ്പം നിന്ന് ലിഫിയും പ്രിയനും ഒരു ഫോട്ടോയും പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. അന്നും എല്ലാവരും ഉറപ്പിച്ചിരുന്നതാണ് ഇവർ രണ്ടുപേരും വീണ്ടും ഇഷ്ടത്തിലായി, ഇവർ രണ്ടുപേരും ഒന്നിച്ച് താമസിച്ചു തുടങ്ങി എന്നുള്ളതാണ്. ഏതായാലും ഔദ്യോഗിക സ്ഥിരീകരണം ഇപ്പോഴാണ് വരുന്നത്. പ്രിയനാണ് അത് പുറത്തു വിട്ടിരിക്കുന്നത്. സന്തോഷമായിട്ട് ജീവിക്കട്ടെ, സന്തോഷകരമായിട്ടുള്ള കുടുംബജീവിതം മുന്നോട്ട് നീങ്ങട്ടെ. അതിനുവേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്താം. ഓക്കെ, ബൈ.